റോഡ് തെരഞ്ഞെടുപ്പിന് റോഡ് പറഞ്ഞേ റോഡ് തരാൻ അനുഭവല്ലേ ഉറപ്പല്ലേ നല്ല ഭൂരിപക്ഷത്തിലേക്ക് ഓ ആര് ജയിക്കും? എന്റെ അഭിപ്രായത്തിൽ പറയാൻ അനുഗ്രഹിച്ചപ്പോ ടൈറ്റ് മത്സരമാണോ? ടൈറ്റ് മത്സരമാണോ? ടൈറ്റ് മത്സരം മൂന്ന് മുന്നണികളും മുന്നണിയാണ് ജയം ഇവിടെ എല്ലാ വർഷവും ജയിച്ചപ്പോ തന്നെ ഉള്ളു. കാരണം പുള്ളി എങ്ങനെയായാലും പുള്ളി തന്നെ വരാറുള്ളൂ ഇവിടെ. ഇപ്പം ഇവരെ LDF ഭരിച്ചോണ്ടിരിക്കണം. LDF ഭരിച്ചോണ്ടിരുന്നാലും പുള്ളി UDF കാരനാ, പുള്ളി തന്നെ വരുള്ളൂ. കഴിഞ്ഞ വർഷം ഇതുപോലെ ഉണ്ട്, കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇതുപോലെ ഉണ്ട്. ജനത്തിനൊരു പരിചയമുണ്ട്. ആ അതാണ് അങ്ങനെ പോട്ടെ. അനൂപ് ആര് ജയിക്കുന്നത്? ജേക്കബിനല്ലാതെ അങ്ങനെ പോട്ടെ. മുക്കത്താണ്. ആര് നിലയം കുത്തി പറഞ്ഞാലും പുള്ളി ജയിക്കുള്ളൂ. ആയിക്കോട്ടെ. ആര് ജയിക്കുന്നത്? പുറത്താര് ജയിക്കും? പുറത്ത് സാബുക്കെ ജയിക്കപ്പ് ഉറപ്പായിട്ടും ജയിക്കും. ഉറപ്പായിട്ടും ജയിക്കും. എന്ത് ഭൂരിപക്ഷം ഉണ്ടാവും? ഒരു വർഷം ഒരു 20,000 20,000 കഴിഞ്ഞ കൊല്ലത്തെ അനൂപിന്റെ ഭൂരിപക്ഷം എത്തും. തിരിച്ചു വരും. ഈ തവണ ഇങ്ങോട്ട് തിരിച്ചു വരും. ഒരു മാറ്റം ഉണ്ടാവും. എന്നാ പറയാനാ, ഇലക്ഷൻ ഇങ്ങനെ തീവാർന്ന പോരാട്ടമാണ്. ഉറക്കങ്ങ് നടന്നുകൊണ്ടിരിക്കും. പിന്നെ അടിപൊളി പോരാട്ടല്ലേ. 3 കക്ഷികളും നല്ല പോരാട്ടത്തിലാണ്. ആ വിജയം ആർക്കായിരിക്കും? വിജയ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ അനൂപിലേക്കും ജയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ജയിക്കുവാണെങ്കിൽ മറ്റേ പുള്ളി BJP പാർട്ടി 20 ജയിക്കേണ്ടത്. അങ്ങനെ ഇരിക്കട്ടെ. നമ്മളെ പ്രതീക്ഷകളെ നടക്കണം. അപ്പം ജയം മറ്റേ പുള്ളിക്ക് ഉണ്ടാവുള്ളൂ, അനൂപ് ജയിക്കാൻ ഉണ്ടാവുള്ളൂ. ഇവിടെ മനസ്സിലൊരു ആഗ്രഹമാണ്, എൻ്റെ പുള്ളി ജയിക്കട്ടെ, ഒരു മാറ്റം ഉണ്ടാകട്ടെ. ഒരു മാറ്റം ഉണ്ടാകട്ടെ, അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഒരു പുതുമുഖം വരട്ടെ. ഇത്രയും കാലം ഇവരൊക്കെയല്ലേ ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പം അതുകൊണ്ട് ഈ മനോജക്ക് നമുക്ക് വിരോധമില്ല, സന്തോഷം ജയിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ്. അത്രയും പുള്ളി ജയിച്ചിട്ട് വലിയ പ്രയോജനമൊന്നും ഇടപെട്ട് ജയിച്ചിട്ട് കാര്യമായിരുന്നു. സാജു ജേക്കബ് ജയിക്കുള്ളൂ. 15 വർഷമായി MLA ആയി മന്ത്രിയായിരുന്നിട്ട് എനിക്കൊന്നും ഒരു വികസനം കൊണ്ടൊന്നുമില്ല. അവളന്ന് മാറി മറ്റേ ആള്. പിന്നെ വീണ്ടും അധികാരത്തിൽ LDF തന്നെ വരുള്ളൂ. കോൺഗ്രസിനൊന്നും ആളില്ല, അവര് തമ്മിൽ തല്ല. പിന്നെ ഇപ്പം LDF വന്നെങ്കിലേ സാധാരണക്കാർക്ക് വെച്ചോളൂ. BJP ജയിക്കും. അതിന് NDA ജയിക്കും. പിന്നെ ജിബി അബ്രഹാം അല്ല, കേരളത്തിൽ NDA ഒരു 10-15 സീറ്റ് പിടിക്കും. ഏതാ നിങ്ങളുടെ പിറവം 360 ന്യൂസ് ഏജന്റ് അനൂപ് ജേക്കബിനെ എലഞ്ഞി പഞ്ചായത്ത് അങ്ങ് ജയിപ്പിക്കും. വേറെ ആർക്കും അതിന് യോഗ്യതയില്ല. 2 മണിയിലൂരിൽ നിന്നുകൊണ്ട് NDA സ്ഥാനത്ത് 2ാം സ്ഥാനത്ത് വരും. LDF 3ാം സ്ഥാനത്തേക്ക്. എന്നാണ് എൻ്റെ എക്സിറ്റ് പോൾ. അത് ജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം മുന്നണികൾ തമ്മിലുള്ള മത്സരം എങ്ങനെയാണ്? നല്ല ടൈറ്റ് മത്സരം. ആർക്കാ സാധ്യത? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ പണിക്ക് പോവല്ലേ.